വചനം 47 വാക്കർത്ഥം. വയസ്തഅ്ജിലൂനക അവർ നിന്നോട് ധൃതി കൂട്ടുന്നു, ബിൽ അദാബി ശിക്ഷയെപ്പറ്റി, വലയ്യുഖ്ലിഫ ലംഘിക്കുന്നതേയല്ല, വ്യത്യാസം ചെയ്യുന്നതേയല്ല, അല്ലാഹു വഅദഹു അവൻ്റെ നിശ്ചയം കരാർ, വ ഇന്ന യൗമൻ നിശ്ചയമായും ഒരു ദിവസം, ഇൻദ റബ്ബിക നിന്റെ റബ്ബിൻ്റെ അടുക്കൽ, കഅൽഫി സനത്തിൻ 1000 കൊല്ലം പോലെയാണ്, മിമ്മാ തഉദ്ദൂൻ നിങ്ങൾ എണ്ണിവരുന്ന തരത്തിൽ ഉള്ള. وَيَسْتَعْجِلُونَكَ بِالْعَذَابِ وَلَنْ يُخْلِفَ اللَّهُ وَعْدَهُ وَإِنَّ يَوْمًا عِندَ رَبِّكَ كَأَلْفِ سَنَةٍ مِّمَّا تَعُدُّونَ. നബിയെ, നിന്നോട് അവർ ശിക്ഷക്ക് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹു അവൻ്റെ നിശ്ചയം ലംഘിക്കുകയില്ലേ തന്നെ. നിശ്ചയമായും നിന്റെ റബ്ബിൻ്റെ അടുക്കൽ ഒരു ദിവസം എന്നത് നിങ്ങൾ എണ്ണിവരുന്ന തരത്തിലുള്ള 1000 കൊല്ലം പോലെയാകുന്നു. ഇതവർ അറിഞ്ഞിരിക്കട്ടെ. വചനം 48 വാക്കർത്ഥം. വകഅയ്യിൻ എത്രയാണ്, എത്രയോ, മിൻ ഖറിയത്തിൻ നാടുകളായിട്ട്, അംലൈതു ഞാൻ സാവകാശം നൽകി, അയച്ചുകൊടുത്തു, ലഹ അതിനെ, വഹിയ അതായിരിക്കെ, ളാലിമത്തുൻ അക്രമം ചെയ്യുന്നത്, സുമ്മ അഖദ്തുഹ പിന്നെ ഞാൻ അതിനെ പിടിച്ചു അഥവാ ശിക്ഷിച്ചു, ഇലയ്യ എൻ്റെ അടുക്കലേക്ക് തന്നെയാണ്, അൽ മസ്വീർ മടക്കം, തിരിച്ചുവരവ്. وَكَأَيِّن مِّن قَرْيَةٍ أَمْلَيْتُ لَهَا وَهِيَ ظَالِمَةٌ ثُمَّ أَخَذْتُهَا وَإِلَيَّ الْمَصِيرُ. എത്രയോ നാടുകൾ അവ അക്രമം ചെയ്തുകൊണ്ടിരിക്കവേ ഞാൻ അതിന് സാവകാശം നൽകി, പിന്നീട് അതിനെ ഞാൻ പിടിച്ചു ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ അടുക്കലേക്ക് തന്നെയാണ് എല്ലാവരുടെയും മടക്കവും. 47-48 വചനങ്ങളുടെ വിശദീകരണം. മുൻ സമുദായങ്ങളിൽ പലർക്കും സംഭവിച്ചതുപോലെ ഞങ്ങൾക്കും നാശം സംഭവിക്കുമെങ്കിൽ എന്താണത് ഉണ്ടാകാത്തത്? ഉണ്ടെങ്കിൽ അതൊന്നു കാണട്ടെ എന്ന് ധൃതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അവിശ്വാസികളോടുള്ള മറുപടിയാണിത്. ഈ ലോകവ്യവസ്ഥയിൽ അള്ളാഹു അംഗീകരിച്ചിട്ടുള്ള ഒരു ചട്ടം, വളരെ ശ്രദ്ധേയമായ ഒരു വസ്തുത അള്ളാഹു വെളിപ്പെടുത്തുന്നു. അതായത്, അല്പകാല ജീവിയായ മനുഷ്യൻ നശ്വരമായ ഈ ഭൂമിയിൽ കണക്കാക്കി വരുന്ന നാഴികയും സമയവുമല്ല അള്ളാഹുവിൻ്റെ അടുക്കലുള്ള കണക്ക്. അഖിലാണ്ടത്തിനാകമാനം സ്വീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കണക്കും ഘടികാരവും അവൻ്റെ പക്കൽ വേറെയുണ്ട്. നിങ്ങളുടെ കണക്കിലുള്ള 1000 കൊല്ലവും ഒരു ദിവസവും തമ്മിലുള്ള താരതമ്യമാണ് ആ 2 കണക്കുകൾക്കിടയിലുള്ളത്. ഈ നിയമമനുസരിച്ചാണ് മുമ്പ് ശിക്ഷയ്ക്ക് വിധേയരായ ധിക്കാര സമുദായങ്ങൾക്കും കുറേ കാലതാമസം അനുവദിക്കപ്പെട്ടത്. ആകയാൽ ഇക്കൂട്ടർ അവർ കണക്കാക്കുന്ന നാഴികയും വിനാഴികയും നോക്കി ധൃതി കൂട്ടേണ്ടതില്ല. അവർ പ്രതീക്ഷിച്ചു കൊള്ളട്ടെ, സമയമാകുമ്പോൾ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അള്ളാഹു നിശ്ചയിച്ചു കഴിഞ്ഞ യാതൊരു കാര്യത്തിനും മാറ്റം വരികയില്ല, വരുത്തുകയുമില്ല.